അടുക്കളയിലും വാഷ് ബേസിൻ്റെ അവിടെയും സിങ്കിൻ്റെ അവിടെയും ലൈറ്റിൻ്റെ പുറകിലും ഒക്കെ പല്ലികളെ കാണുമ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്. പറയുമ്പോൾ പല്ലി വർഗ്ഗങ്ങൾ ഏകദേശം 500-ലധികം സ്പീഷീസുകൾ ലോകവ്യാപകമായിട്ട് കാണപ്പെടുന്നവയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഹൗസ് ഡീകോസിനെ എങ്ങനെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ എന്താണ് ഹൗസ് ഡീകോസ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഹേമന്ത് രവീന്ദ്ര, റിസർച്ച് ഹെഡ് ആപ്ടെക് ലിമിറ്റഡ്, കോട്ടയം. ഹൗസ് ഡീകോസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കാണുന്ന പല്ലി, ഇവയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാര്യമായിട്ട് സംസാരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ എല്ലാ വീട്ടിലും നിരവധിയായിട്ടുള്ള പെസ്റ്റിസൈഡുകൾ, കെമിക്കൽ പെസ്റ്റിസൈഡുകൾ നമ്മൾ നിലവിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഇന്നതിന് വേണ്ടി ഇന്നതെന്നൊന്നും നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു കോമൺ പെസ്റ്റിസൈഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പം നിലവിൽ നമ്മൾ ഈ ഹൗസ് ഡീകോസിനെ അല്ലെങ്കിൽ ഈ പല്ലികളെയൊക്കെ വീട്ടിൽ നിന്ന് തുരത്താനോ അല്ലെങ്കിൽ കൊല്ലാനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ഈ ഹൗസ് ഡീകോസ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പെസ്റ്റ് കൺട്രോളർ ആയതുകൊണ്ട് തന്നെ നമുക്കിവയെ കൊല്ലേണ്ട കാര്യങ്ങളില്ല, അല്ലെങ്കിൽ കില്ല് ചെയ്യേണ്ട കാര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവയെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ആട്ടി പായിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്നും നമുക്ക് ഇവയെ തുരത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമെന്നുള്ളതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പറയുന്നത്. ഇത് ജനറലി നമ്മൾ ചെയ്യേണ്ടത്, പല്ലികൾക്ക് വന്ന് ഒരു താമസ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഹൈഡ് ചെയ്തിരിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ കഴിയുന്നത് ഒഴിവാക്കുക. അതായത് ഗ്രൂപ്പ്സ് പുറമേ നിന്നുള്ള എൻട്രീസിനുള്ള എല്ലാ അവസരങ്ങളും നമുക്ക് ചെറിയ ഹോൾസോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ അടയ്ക്കുക. അതുപോലെ തന്നെ കിച്ചണിലാണെങ്കിൽ ലീക്ക്ഡ് പൈപ്പ്സ് ഉണ്ടെങ്കിൽ ആ പൈപ്പുകളൊക്കെ കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ വെഡ്ജസ് ഉണ്ടെങ്കിൽ ആ ചെറിയ വിടവുകളൊക്കെ ഉണ്ടെങ്കിൽ വിടവുകളൊക്കെ അടയ്ക്കുക. അല്ലെങ്കിൽ ഫുഡിൻ്റെയും മോയ്സ്ചറിൻ്റെയൊക്കെ പ്രസൻസ് കണ്ടമാനം, ഫുഡ് വേസ്റ്റൊക്കെ കണ്ടമാനം അടുക്കളയിൽ കൂട്ടിയിടായിരിക്കും. ഇതൊക്കെയാണ് നമുക്ക് ഫിസിക്കലി ചെയ്യാൻ ഒക്കുന്ന ചില കാര്യങ്ങൾ. പിന്നെ നമ്മൾ കെമിക്കലി, ഞാൻ നേരത്തെ പറഞ്ഞു, ബിഫിൻത്രിൻ പോലെയുള്ള അല്ലെങ്കിൽ സിന്തറ്റിക് പൈറത്രോയിഡ്സ് പോലെയുള്ള കോമ്പൗണ്ട്സ് ആണ് ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് വളരെ നമ്മുടെ എൻവയോൺമെൻ്റൽ ടോക്സിക് ആണ്, നമുക്ക് ഹ്യൂമൻസിന് അത് ടോക്സിക് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഒരിക്കലും അഡ്വൈസബിൾ അല്ല, അങ്ങനെയുള്ള കെമിക്കൽ ടോക്സിക്. കാരണം നമ്മളിപ്പോൾ എല്ലാ മനുഷ്യരും യാതൊരു നിയന്ത്രണവും ഇല്ലാതാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി എന്താണ് നാച്ചുറലായിട്ടുള്ള മാർഗം എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. നാച്ചുറലായിട്ട് നിരവധിയായിട്ടുള്ള മാർഗങ്ങളുണ്ട്. നമുക്കറിയാം, ഈ പല്ലികൾ അല്ലെങ്കിൽ ഹൗസ് ഡീകോസ് അവയ്ക്ക് ചില സ്മെല്ലുകളോടെ ഒരു റിപ്പലൻസി ഉണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ പെപ്പർമിൻറ്റ്, അതുപോലെ തന്നെ ഗാർലിക് അല്ലെങ്കിൽ ഒനിയൻ, കോഫി തുടങ്ങിയ വസ്തുക്കളുടെ സ്മെല്ല് ഈ ഹൗസ് ഡീകോസിന് ഒട്ടും തന്നെ പ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചില സെൻറ്റഡ് അല്ലെങ്കിൽ എസൻഷ്യൽ ഓയിൽസ് വെച്ചിട്ട് നമുക്ക് ഏറ്റവും വളരെ എഫക്റ്റീവായിട്ടുള്ള റിപ്പലൻറ്റുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പെപ്പർമിൻറ്റ് പോലെയുള്ള എസൻഷ്യൽ ഓയിൽസ് വെച്ചിട്ട് നമുക്ക് ചില റിപ്പലൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് വളരെ സേഫാണ്. നമ്മുടെ വീട്ടിനുള്ളിൽ നമുക്ക് ധൈര്യമായിട്ട് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആപ്ടെക് മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്ന ആപ്ടെക് ഹെർബൽ ലിസാർഡ് റിപ്പലൻറ്റ്. ഇന്ന് ആ പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതാണ് ആപ്ടെക് ഹെർബൽ ലിസാർഡ് റിപ്പലൻറ്റ്. ഇത് നിരവധിയായിട്ടുള്ള മേൽ പറഞ്ഞിട്ടുള്ള എസൻഷ്യൽ ഓയിലുകളുടെ ഒരു കോമ്പിനേഷനാണ്. അത് വളരെ എഫക്റ്റീവായിട്ട് ഹൗസ് ഡീകോസിനെ നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. തുടർച്ചയായിട്ടുള്ള ഉപയോഗങ്ങൾ, തുടർച്ചയായിട്ട് 5 മുതൽ 10 ദിവസം വരെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യമായി തന്നെ ഹൗസ് ഡീകോസിനെ നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് കളയുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ട്, ഹൗസ് ഡീകോസ് എപ്പോഴാണ് കൂടുതലായിട്ട് നമ്മുടെ വീടിനുള്ളിൽ വരുന്നത്, കൂടുതലായിട്ടും ഫ്ലൈസും മറ്റു കാര്യങ്ങളും നമ്മുടെ മുറിക്കുള്ളിലേക്ക് കടക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാ മാർഗ്ഗങ്ങളും അടയ്ക്കുക. പുറമേൽ ആവശ്യമില്ലാത്ത ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇൻസെക്റ്റുകൾ നമ്മുടെ മുറിക്കുള്ളിലേക്ക് കടന്നു വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുറവും ഹൗസ് ഡീകോസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ആപ്ടെക് ഹെർബൽ ലിസാർഡ് റിപ്പലൻറ്റ് തുടർച്ചയായിട്ട് 5 മുതൽ 10 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദീർഘനാളത്തേക്ക് ലിസാർഡ്സിനെ നമുക്ക് വീട്ടുകളിൽ നിന്ന് തുരത്തുവാനായിട്ട് സാധിക്കും. നന്ദി, നമസ്കാരം.